ഇതാണ് പോഖറയിലെ പ്രശസ്തമായ ബാറ്റ് കേവ്. പോഖറയിൽ 3 കേവ്സ് ആണ് മൊത്തത്തിലുള്ളത്. ഒന്ന് മഹേന്ദ്ര കേവ്, രണ്ടാമത്തേത് ഗുപ്തേശ്വർ കേവ്, മൂന്നാമത്തെ ബാറ്റ് കേവ്. ഈ ബാറ്റ് കേവിന് ചമേര ഗുഹ എന്നും അറിയപ്പെടും. പിന്നെ ഈ കേവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആയിരക്കണക്കിന് വാവലുകൾ സ്വാഭാവികമായ ആവാസവ്യവസ്ഥയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇരുണ്ട അന്തരീക്ഷമാണ്. പിന്നെ തണുത്ത വായുവും പാറക്കെട്ടിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളും നമുക്കൊരു ഭയാനകമായ ഒരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മുകളിൽ ഇങ്ങനെ വാവലുകൾ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇത് എല്ലാം പകൽ സമയത്ത് വിശ്രമിക്കുകയും രാത്രിയിൽ ആഹാരം തേടി ഇതെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 150 മീറ്റർ വരും. ഇതിൻ്റെ മുഴുവൻ നീളം. ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ പ്രത്യേക പാതകളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ വഴിയൊഴുക്കലുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. അകത്തേക്ക് നമ്മളിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് പ്രകൃതി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചുണ്ണാമ്പുകളിൽ തീർത്ത ശില്പങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. വളരെ ആകർഷകമാണ് ഇതൊക്കെ. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അകത്തേക്ക് കയറാനായിട്ടൊരു വാതിലുള്ള പോലെ തന്നെ ഇതിന് പുറത്തേക്ക് ഇറങ്ങാനും ഒരു വാതിലുണ്ട്. പക്ഷേ വാതിൽ വളരെ ഇടുങ്ങിയതാണ്. വണ്ണം കുറവുള്ളവർക്ക് ഈസിയായിട്ട് പുറത്തേക്ക് കടക്കാൻ സാധിക്കും. വണ്ണമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇറങ്ങിയില്ല, ഞാൻ തിരിച്ച് നടന്നു. ഞാൻ ഇറങ്ങി എങ്ങനെ ഇടയ്ക്ക് ജാമായി പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? അതാണ് തിരിച്ച് നടന്നു. കുറച്ച് പാടാണ് അതിലേക്ക് കയറി ഇറങ്ങാനായിട്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഈസിയായിട്ട് കയറാൻ പറ്റും. അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല വാതിൽ കൂടി. പിന്നെ ഈ ഗുഹ സന്ദർശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തൂങ്ങിക്കിടക്കുന്ന വാവലുകളെ ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുകയോ ഫ്ലാഷ് ലൈറ്റ് അതുങ്ങളുടെ നേരെ അടിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം വാവലുകൾ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജീവികളാണ്. പല സസ്യങ്ങളുടെയും പരാഗണത്തിനും വിത്തുകൾ പരത്തുന്നതിനും കീടങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുമെല്ലാം ഈ പ്രകൃതിയെ സഹായിക്കുന്ന ജീവികളാണ് വാവലുകൾ. അതുകൊണ്ട് അവരുടെ ആവാസവ്യവസ്ഥയെ മാനിച്ച് പെരുമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലുള്ള ഗുഹകൾ ഒന്ന് സന്ദർശിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും. കാരണം ഈ പ്രകൃതിയുടെ വിസ്മയങ്ങളും ഭൂമിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളും നേരിൽ അനുഭവിക്കാൻ ഇതൊരു മികച്ച അവസരമാണ്. ഇതുപോലുള്ള ഗുഹകൾ സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് ഭൂമിക്കടിയിലെ കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതിന് എല്ലാവർക്കും എൻ്റെ അകമൊഴിഞ്ഞ നന്ദി.